ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 21. യോ യോ യാം യാം തനും ഭക്ത ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യ തസ്യാചലാം ശ്രദ്ധാം താമേവ വിദധാമ്യഹം. ഏതേതു ഭക്തൻ ഏതേതു ദേവതാഭാവത്തെ ശ്രദ്ധയോടെ അർച്ചിക്കുവാൻ ഇച്ഛിക്കുന്നുവോ അതതു ഭക്തന് ആ ശ്രദ്ധയെ ഞാൻ അതിൽ അചലമായി ഉറപ്പിക്കുന്നു, നൽകുന്നു. ഇപ്പൊ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഈശ്വരൻ ഏകനാണ്, ഈശ്വരൻ പലതുണ്ടെന്ന് വിചാരിക്കുന്നവർ മരണത്തിൽ നിന്ന് മരണത്തെ പ്രാപിക്കുന്നു, അതായത് ജനിമൃതികളാകുന്ന സംസാരത്തിൽ അങ്ങനെ ഉഴറുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടും എൻ്റെ ഈ അദ്വിതീയമായ ഈശ്വര തത്വത്തെ അറിയാൻ സാധാരണ ജനങ്ങൾ ബഹുഭൂരിപക്ഷം പേരും പ്രവർത്തിക്കാത്തത് എന്ന് ചോദിച്ചതിന് ഉത്തരമായിട്ട് പറഞ്ഞു, അത് അവരവരുടെ ഉള്ളിലുള്ള കാമനാ പൂർത്തീകരണത്തിനായിക്കൊണ്ടാണ്. അതിനുള്ള അന്ധഃകരണത്തിൻ്റെ വികസിതമായ സ്ഥിതി ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് അത് മനസ്സിലാവാത്തത് എന്ന്. കാരണം നമ്മളുടെ പ്രാർത്ഥനയുടെ ഫലമല്ല, കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നറിയുന്ന ഒരാളും തന്നെ ദേവതകളോട് എനിക്ക് ഇന്ന കാര്യം വേണമെന്ന് പറഞ്ഞ് കാര്യസാധ്യത്തിനായിക്കൊണ്ട് പ്രാർത്ഥിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് പലവിധ പ്രാർത്ഥനകളുടെ ഫലമായിട്ടാണ് ദേവതാ വിഷയങ്ങളിലേക്ക് കുരുക്കപ്പെടുന്നത് നമ്മുടെ ബുദ്ധി. പരമമായ സത്യത്തെ അറിയാതെ പോകുന്നത്. പരമമായ സത്യത്തെ അറിയുന്ന ഒരാൾക്ക് അവനവൻ്റെ കർമ്മഫലമാണ് അവനവൻ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്ന ഒരാൾക്ക് ഈ ജന്മത്തിൽ തനിക്ക് വന്നു ചേർന്ന ദുരിതങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അനുഭവിക്കല്ലാതെ വേറെ വഴിയില്ല. അത് സമചിത്തതയോടുകൂടി അനുഭവിക്കുമ്പോഴും അടുത്തതിൽ അങ്ങനെ ആവാതിരിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് തനിക്കുണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് മനുഷ്യൻ ഉയരുന്നത്, മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഉയരുന്നത്. ഇവിടെയും പറയാണ് ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്. അങ്ങനെ ഇരിക്കെ തന്നെ ദേവതകൾ അനേകമുണ്ട്. അതാണ് സനാതനധർമ്മത്തിൻ്റെ ഒരു വൈശിഷ്ട്യം. ഈശ്വരൻ ഏകനാണ്, ദേവതകൾ അനേകമുണ്ട്. ഈശ്വരനും ദേവതയും ഒന്നല്ല. ഓരോ പ്രാപഞ്ചിക പ്രതിഭാസത്തിനും പിന്നിലുള്ള അതിനിയമങ്ങളെയാണ് ദേവതകളായിട്ട് പറയപ്പെട്ടത്. സൃഷ്ടി, സ്ഥിതി, നിഗ്രഹം തുടങ്ങിയ മുഖ്യങ്ങളായവയും അവയിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്ന മറ്റനേകം പ്രതിഭാസങ്ങൾക്കും കാരണമായിരിക്കുന്ന ദേവതാ തത്വങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. വ്യത്യസ്ത ഗുണഘടനയോടൊത്തവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗുണഘടന അനുസരിച്ച് അതത് ഗുണത്തിനനുസൃതമായ ദേവതകളിലാണ് നമുക്ക് ഇഷ്ടം തോന്നുക. ഇഷ്ടം എന്നുള്ളതിന് ശാസ്ത്രത്തിൽ സ്വീകാര്യം എന്നാണ്, നമുക്ക് സ്വീകരിക്കാൻ തോന്നുക. ഉദാഹരണം പറഞ്ഞാൽ രജോഗുണം ഉള്ള ഒരാൾക്ക് രജോഗുണം വർദ്ധിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ രജോഗുണ പ്രധാനങ്ങളായ ദേവതകളെയാണ് അയാൾക്ക് ഇഷ്ടപ്പെടുക. തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന ഘട്ടത്തിൽ തമോ ഗുണ പ്രധാനമായ ദേവതകളെയാണ് അയാൾക്ക് ഇഷ്ടപ്പെടുക. സത്വഗുണം വർദ്ധിച്ചിരിക്കുന്ന ഘട്ടത്തിൽ സത്വഗുണ പ്രധാനമായ ദേവതകളെയാണ് അയാൾക്ക് ഇഷ്ടപ്പെടുക. അങ്ങനെ ആ ദേവതകളിൽ പരിപൂർണമായ സമർപ്പണം ചെയ്താൽ ശ്രദ്ധയോടുകൂടി, ശ്രദ്ധ എന്ന് പറയുമ്പോൾ ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ സാ ശ്രദ്ധ എന്ന് നമ്മൾ പഠിച്ചു. ഗുരുവിലും ശാസ്ത്രത്തിലുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ആ ദേവതയിൽ ഏകാഗ്രതയോടുകൂടി ഉപാസനകളോ പ്രാർത്ഥനകളോ ചെയ്താൽ അപ്പോഴും അന്ധഃകരണ ശുദ്ധി വരും. ക്രമികമായി ഈ ദേവതകളിലൂടെ ആരാധിക്കപ്പെടുന്ന ആ പരമമായ സത്യത്തെ അറിയാനാകും അന്ധഃകരണത്തിൻ്റെ വികസിതാവസ്ഥയിൽ. അതും സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ ദേവതാ വിഷയങ്ങളിലും ചെയ്യേണ്ട വിധത്തിൽ ചെയ്യാതെ അവിടെ തനിക്കിന്നത് കിട്ടണം, കാര്യലാഭത്തിനായിക്കൊണ്ടാവുന്നു.
സമർപ്പണം അവിടെ ഉണ്ടാകുന്നില്ല. പാലം കടക്കോളം എന്ന് പറഞ്ഞു, പാലം കടന്നാലും വേണ്ട, പിന്നെയും കടക്കുമെന്ന് ഓർമ്മിക്കുന്നില്ല. അതുകൊണ്ട് തൻ്റെ കാര്യം നേടുന്നത് വരെ ആണ് എപ്രകാരമാണോ നമ്മൾ ഒരു പശുവിനെ വളർത്തുന്നത്. അപ്പോൾ പാല് തരുന്ന പശുവിന് നമ്മളെ നല്ലോണം തീറ്റയും പിണ്ണാക്കും ഒക്കെ കൊടുക്കും. പാല് വറ്റിക്കഴിഞ്ഞാൽ അത്ര കൊടുക്കില്ല. ഇതുപോലെ ഹവിസ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ ദേവതകളെ പൂജിക്കും, ആരാധിക്കും. സ്വാർത്ഥ ലാഭത്തിനായിക്കൊണ്ട് നമ്മുടെ കാര്യം നേടിയാലും നേടിയിട്ടില്ലെങ്കിലും നമ്മൾ ദേവതകളെ അവഗണിക്കും. അതിൽ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. ശ്രദ്ധയില്ലാതെ അലസമായിട്ട് ആ ദേവതകളിൽ മാത്രം നമ്മൾ ആകൃഷ്ടരായിട്ട്, വാസ്തവത്തിൽ ദേവകളല്ല അത് തരുന്നത്, തൻ്റെ കർമ്മഫലം തന്നെയാണ്. പക്ഷെ ദേവതകളിൽ നിന്ന് കിട്ടുന്നതാണെന്നുള്ള തെറ്റിദ്ധാരണ മൂലം നമ്മുടെ ശ്രദ്ധയെ എന്ത് ചെയ്യുന്നു? ദേവതകളാൽ അപഹരിക്കപ്പെടുന്നു. അപ്പോൾ ദേവന്മാരുടെ പശുക്കളാണ് മനുഷ്യന്മാരെന്ന് പറയും. അവിസ് കിട്ടുന്തോറും ദേവതകൾ അങ്ങനെ ഫലം കൊടുത്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ അവിസ് കിട്ടാതാവുന്നത് അപ്പോൾ ഫലവും നിൽക്കും. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ ആണ് നമ്മളെ പരമമായ സത്യത്തിലേക്ക് അടുക്കാനാവാതെ നമ്മൾ ദേവതാ വിഷയങ്ങളിൽ കുടുങ്ങിപ്പോവാൻ കാരണം. എന്നാൽ ആ ദേവതാ വിഷയങ്ങളിലുള്ള പൂർണ്ണമായ സമർപ്പണം നമുക്കുണ്ട്, ആത്മാർത്ഥത നമുക്കുണ്ടെങ്കിൽ, ആരാധനയിലും ഉപാസനയിലുമുള്ള ഗുരുവിനും ശാസ്ത്രവും പറഞ്ഞതിനനുസരിച്ച് ഒരു സമർപ്പണ ഭാവത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണ്, അവർ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ അതും നമ്മളെ അന്ധക്കരണ ശുദ്ധ്യർത്ഥം പരമമായ സത്യത്തിലേക്ക് എത്തിക്കും. അപ്പൊ ഏതേത് സകാമഭക്തൻ എന്ന് പറഞ്ഞാൽ കാമനാപൂരണത്തിനായിക്കൊണ്ട്, കാര്യസാധ്യത്തിനായിക്കൊണ്ട് ഏതേതു ദേവതാഭാവത്തെ ശ്രദ്ധയോടുകൂടി അർച്ചിക്കുവാൻ ഇച്ഛിക്കുന്നുവോ അതത് സകാമഭക്തന് ആ ശ്രദ്ധയെ തന്നെ ഞാൻ സ്ഥിരീകരിക്കുന്നു, അതിൽ തന്നെ ശ്രദ്ധയെ കൊടുക്കുന്നു. അപ്പോൾ കാര്യസാധ്യത്തിനായിക്കൊണ്ട് പോകുന്ന ഒരാൾക്ക് ആ കാര്യസാധ്യത്തിലേക്ക് മാത്രമേ ശ്രദ്ധയുള്ളൂ, തൻ്റെ കാര്യം നേടാൻ വേണ്ടി മാത്രം. അത് ലോകത്തും അങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് നമ്മൾ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടി ചില വസ്തുക്കൾ, നശ്വരങ്ങളായ വസ്തുക്കൾ, അതായത് പണോ വേറെ എന്തെങ്കിലും വസ്തുവകളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഒരാളുടെ സ്നേഹം പിടിച്ചു പറ്റാന്ന് വിചാരിച്ചാൽ അത് അല്പനേരമേ നിൽക്കുള്ളൂ. കുറച്ച് കഴിയുമ്പോഴേക്ക് അത് മാറും. അപ്പം പിന്നെയും കൊടുക്കേണ്ടി വരും. കാരണം അവിടെ ശ്രദ്ധ എന്തിനാണ്? എനിക്ക് കിട്ടിയ വസ്തുക്കളോടാണ് ഭ്രമമുള്ളത്. അല്ലാതെ ആ തരുന്ന ആളോട് ഉള്ള സ്നേഹം അല്ല അവിടെ ഉള്ളത്. അയാൾ എനിക്കത് തന്നല്ലോ. ആ വസ്തുക്കൾ നഷ്ടപ്പെടുന്നതോടുകൂടി, അഥവാ അതിൻ്റെ താല്പര്യം ഇല്ലാതാവുന്നതോടുകൂടി അത് പോയി. അതുകൊണ്ടാണ് ഈ വസ്തുവകളൊക്കെ എന്തൊക്കെ കൊടുത്തിട്ട് നമ്മൾ സ്നേഹത്തെ, ഒരാളിൽ നിന്ന് സ്നേഹം പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നുവോ അതൊക്കെ താൽക്കാലികങ്ങളാണ്. 99 കാര്യങ്ങൾ ചെയ്താലും ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യും? അയാൾ വെറുക്കപ്പെട്ടവനായിത്തീരും. കാരണം അവിടെ എന്തൊക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇത് കുടുംബജീവിതത്തിലും ഇത് കാണാറുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് പോലെ നെല്ലിനു നീരുവറ്റിയിടിൽ പുല്ലിനും പോയിടുന്നത്. പണവും പ്രശസ്തിയും കഴിവും ശക്തിയും ഒക്കെ ഉള്ള സമയത്തെ അവിടെ ഭാര്യ ഭർത്താവ് ഒക്കെ ശ്രേഷ്ഠങ്ങളാവുന്നുള്ളൂ. പലരും അച്ഛനമ്മമാർ മക്കളെയൊക്കെ വിശ്വസിച്ച് സ്വത്തൊക്കെ എഴുതി കൊടുക്കാറുണ്ട്. ഒന്നും വേണ്ട, ഒക്കെ എൻ്റെ മക്കൾ നോക്കിക്കൊള്ളുന്നു. പലരുടെയും അനുഭവം നമുക്കറിയാം. കാരണം പിന്നെ ഉള്ള നോട്ടമൊക്കെ കണക്ക് തന്നെയായിരിക്കും. അധികവും ലോക ജീവിതം കാര്യലാഭത്തിനായി കൊണ്ടുള്ളതാണ്. അതിനു വേണ്ടിയാണ് ദേവതകളെയും നമ്മൾ പൂജിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പരമമായ സത്യത്തിലേക്ക് ശ്രദ്ധയുണ്ടാവുന്നില്ല. എന്നാൽ ഏകത്വത്തിലേക്ക് ഉയരാത്തവർക്ക് ഉപാസിച്ചു ഉയരണ്ടേ? അതിനാൽ ഓരോരുത്തർക്കും അവനവന് അനുസരിച്ച മാർഗമാണ് വേണ്ടത്. അതുകൊണ്ട് ഏത് ഗുണമാണോ അവരവരിലുള്ളത് അവരവരുടെ ഗുണത്തിനനുസരിച്ച് ദേവതാഭാവങ്ങളിൽ പൂജിച്ചു കൊണ്ട്
അത് ആത്മാർത്ഥമായി പൂജിക്കുകയാണെങ്കിൽ ശ്രദ്ധാന്വിതമായ ഉറച്ച ഭക്തി ഉണ്ടാവും. ആ ഭക്തിയിലൂടെ നമുക്ക് കർമ്മങ്ങളെയും പഠനങ്ങളെയും ഒക്കെ തന്നെ ജീവനുള്ളതാക്കി, സത്വമുള്ളതാക്കി, ശ്രദ്ധയുള്ളതാക്കി തീർക്കാൻ സാധിക്കും. അതിലൊക്കെ മുഖ്യമായിട്ടുള്ള ശ്രദ്ധ തന്നെയാണ്. ഗുരുവിലും ശാസ്ത്രത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തോടു കൂടി മാത്രം അത് ദേവതാ വിഷയങ്ങളിൽ പോയാലും അത് നമ്മളെ പരമമായ സത്യത്തിലേക്ക് എത്തിച്ചുകൊള്ളും. ശ്രദ്ധയാണ് അവിടെ മുഖ്യം. അപ്പോൾ ഗുരുശാസ്ത്രങ്ങളിലൂടെ അത് ശ്രദ്ധ കൊടുക്കണമെങ്കിൽ ഭഗവാൻ തന്നെയാണ് ഗുരുവിലൂടെ അത് നിർദ്ദേശിക്കുന്നത് എന്നുള്ള സമർപ്പണ ഭാവം ഗുരുവിലും ശാസ്ത്രത്തിലും വേണം. ഇയാൾ പറയുന്നത് എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്, നല്ലതിന് വേണ്ടിയാണ് എന്നുള്ള ഭാവം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ഏത് ദേവതകളെ ആദ്യമൊക്കെ പൂജിച്ചാലും അത് നമ്മളെ ബുദ്ധിക്ക് വികസിതമായ സ്ഥിതിയിലേക്ക് നമ്മളെ എത്തിച്ച് ഉപരി നമ്മളെ കൊണ്ടുപോവുക തന്നെ ചെയ്യും ഗുരു അനുഗ്രഹത്താൽ. ഓരോ ജീവനും ജന്മജന്മാന്തരങ്ങളിലെ കർമ്മങ്ങൾക്കനുസൃതമായിട്ട് സഞ്ചരിക്കുന്ന സംസ്കാരങ്ങൾക്കനുസരിച്ചിട്ടാണ് തുടർന്നുള്ള ജീവിതം നിശ്ചയിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മുൻജന്മത്തിൽ ചെയ്തു വെച്ച ഉപാസനയുടെ തുടർച്ചയാണ് ഈ ജന്മത്തിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഗുരുവിനെ ലഭിക്കുന്നത് പോലും. ഈശ്വരൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും. നമ്മുടെ തന്നെ കർമ്മഫലമാണ്. അങ്ങനെ ആ ലഭിച്ചിരിക്കുന്ന ഉപാസനാ മാർഗത്തെ, ഗുരു തന്ന നാമത്തെ, മന്ത്രത്തെ, ഉപാസനാ വിധാനത്തെ അടിയുറച്ച വിശ്വാസത്തോട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ വരച്ച നമ്മുടെ കർമ്മഫലത്തെ, നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച നമ്മുടെ കർമ്മഫലത്തെ ക്രമികമായി നമുക്ക് മാറ്റാൻ സാധിക്കും. നമ്മൾക്ക് തന്നെ മാറ്റാൻ പറ്റൂ, ഈശ്വരൻ വിചാരിച്ചാൽ മാറ്റാൻ സാധ്യമല്ല. അപ്പോൾ ഓരോരോ ഉപാസകർക്കും വ്യത്യസ്തങ്ങളായ ഗുണഘടനകൾക്കനുസരിതമായി വ്യത്യസ്തങ്ങളായിരിക്കുന്ന ദേവതാ വിശേഷങ്ങളെ ശാസ്ത്രം പറയപ്പെട്ടിട്ടുണ്ട്. ആ ദേവതകളിൽ ശ്രദ്ധയോടുകൂടി ഉപാസിക്കുന്നവർക്ക് അന്ധക്കരണ ശുദ്ധിയിലൂടെ പരമമായ സത്യത്തെ കാലക്രമേണ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ പ്രവർത്തിക്കുന്നത് ആ ഒരേ ഒരു ചൈതന്യത്തിനെ ആശ്രയിച്ചിട്ടാണ്. അങ്ങനെ ഇഷ്ടദേവതാ രൂപത്തിൽ ഉപാസിക്കുന്നത് ഏകനായ പരമാത്മാവിനെ തന്നെയാണ് എന്ന് അന്ധക്കരണ ശുദ്ധിയിൽ അയാൾക്ക് മനസ്സിലാവും. ഉപാസനാ സ്ഥൈര്യത്തിൽ, ഉപാസന കൊണ്ട് അയാൾക്ക് ബോധ്യമാകും. വിശ്വാസത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ, കാര്യസാധ്യത്തിനല്ലാതെയാണെങ്കിൽ. അപ്പൊ ഇഷ്ടദേവത ആരുമാകട്ടെ, ഓരോ ഭക്തനും അതത് ദേവതകളിൽ ഉറച്ചു നിൽക്കുന്ന ശ്രദ്ധയെ പരമാത്മാവായ താൻ തന്നെയാണ് പ്രാപിക്കുന്നത് എന്ന് ബോധ്യമാകും. അവിടെ വിഭാഗീയത ചിന്തയോ അസഹിഷ്ണുതയോ ഒന്നും ഗീതാശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ടല്ല ദേവതകൾക്ക് വ്യത്യസ്ത ഭാവങ്ങൾ കൊടുത്തിരിക്കുന്നത്. അത് ഇഷ്ടദേവതയെ അവനവൻ്റെ ഗുണമനുസരിച്ച് തിരഞ്ഞെടുക്കാനാണ്. എൻ്റെ ശിവൻ തന്നെയാണ് നിൻ്റെ വിഷ്ണുവും, എൻ്റെ ശിവൻ തന്നെയാണ് നിൻ്റെ താമസികമായ ദേവതകൾ, ഗുളികൻ, പറക്കുട്ടി, അങ്ങനെയുള്ള കുറേ ദേവതകളൊക്കെ ഉണ്ട്. ചിലതിന് രജോ ഗുണങ്ങളായ വിധാനങ്ങൾ വെച്ച് പൂജിക്കേണ്ടി വരും. ചിലതിന് തമോ ഗുണങ്ങളായ മദ്യം മുതലായ വെച്ച് പൂജിക്കുന്നുണ്ട്. അപ്പം താൻ മദ്യം കുടിക്കുന്നുണ്ടെങ്കിൽ മദ്യം കുടിക്കുന്ന ദേവതയ്ക്ക് വെക്കുന്നു. പക്ഷെ ശ്രദ്ധയോടുകൂടി പോകുമ്പോൾ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് മദ്യം, ദൈവത്തിന് മദ്യം കൊടുത്ത താൻ തന്നെ, എനിക്ക് തന്നെ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ തൻ്റെ ആ നില തെറ്റിപ്പോവും. പിന്നെ ദേവന് കൊടുത്താൽ എന്തുണ്ടാവും? ദേവന് സമനില തെറ്റില്ലേ എന്ന് ചിന്തിക്കാനുള്ള വിശേഷ ബുദ്ധി ഉണ്ടാവും. അഥവാ രജോ ഗുണപ്രധാനമായ ദേവതയ്ക്ക് മാംസം മുതലായ വെച്ച് പൂജിക്കുമ്പോൾ ഈ എല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയല്ലേ. അപ്പം തൻ്റെ മക്കളിൽ ഒന്നിനെ കൊന്നിട്ട് ദൈവത്തിന് കൊടുത്താൽ ദൈവത്തിന് ഇഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കാനുള്ള വികസിതാവസ്ഥ, വെറുതെ പറച്ചിലല്ല, വികസിതാവസ്ഥ തൻ്റെ ഭാവത്തിലുണ്ടാവും. ക്രമികമായി അന്ധക്കരണം ശുദ്ധമാവുന്നതിനനുസരിച്ചുണ്ടാവും. ഇനി അതും പോട്ടെ, ചിലർ പൂവൊക്കെ വെച്ചിട്ട് പൂജിക്കുന്നുണ്ടല്ലോ, അർച്ചനയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലും
ആ പൂവ് പോലും ചെടിയിൽ നിൽക്കുമ്പോഴല്ലേ, ഭഗവാന്റെ പൂന്തോട്ടത്തിലല്ലേ ഇത് നിൽക്കുന്നത് എന്നുള്ള വികസിതമായ ചിന്ത വരുമ്പോൾ പൂവും താൻ ആർജിക്കുന്നില്ല. അവിടെ പിന്നെ തൻ്റെ ഹൃദയം തന്നെയാണ് സമർപ്പിക്കുന്നത്, മനസ്സ് തന്നെയാണ് സമർപ്പിക്കുന്നത്. ഈ ഭാവത്തിലേക്ക് ഉയരുന്നു ആ പരമേശ്വരൻ്റെ പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിലൂടെ. അതിലേക്ക് ക്രമികമായി സാധകൻ ഇഷ്ടദേവതോപാസനയിലൂടെ തന്നെ അതിൽ ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഉയരും എന്നാണ് പറഞ്ഞത്. ഓരോ നമ്മുടെ ബന്ധം, ഇഷ്ടദേവതയായിട്ടാവട്ടെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളാവട്ടെ, അതൊക്കെ ബാഹ്യലോകവുമായിട്ടുള്ള ബന്ധം മുഴുവൻ ദൃഢമാവുന്നത് അതിനെക്കുറിച്ചുള്ള നിരന്തരമായ ചിന്ത കൊണ്ടാണ്. ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് നമ്മൾ നിരന്തരം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ചാലായിട്ട് രൂപപ്പെടും. പിന്നെ എല്ലാ ചിന്തകളും ആ ചാലിലൂടെ ആയിരിക്കും ഒഴുകുക. അതിനനുസരിച്ച് കുറേ ആളുകൾ നമുക്ക് സമ്മാനിച്ച കുറേ ചിന്തകളുണ്ട്, വികലമായ ചിന്തകളുണ്ട്. ഇന്ന ദേവതയെ പ്രാപിച്ചാൽ ഇന്ന ഫലം കിട്ടും, ഇന്ന ദേവതകളെ പ്രാപിച്ചാൽ ഇന്ന ഫലം കിട്ടും, ഇന്ന ദിവസം ഉപാസന ചെയ്താൽ ഇന്ന ഫലം കിട്ടും. ഇങ്ങനെ ഫലചിന്തയാൽ ആകൃഷ്ടരായിട്ട് നമ്മൾ ദേവതയെ മറക്കുന്നു. ദേവത ആരാണെന്നോ, ദേവതയുടെ ആ ദേവതാ വിഷയത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നോ മറന്നുപോയി ഫലത്തിൽ മാത്രം ആകൃഷ്ടരായിട്ട് കാമസങ്കല്പത്താൽ ചിന്തകളിൽ ഒതുങ്ങിപ്പോകുന്നു. ഒറ്റ ചിന്തയുണ്ടാവുള്ളൂ, അത് കിട്ടണം, അത് കിട്ടണം, ഇത് കിട്ടണമെന്ന്. യത് ഭാവ തദ്ഭവതി എന്ന നമ്മുടെ ചിന്ത എപ്രകാരമാണോ നമ്മൾ അങ്ങനെ ആയിത്തീരുന്നത്, നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചാണ്. അപ്പം ചിന്തയെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം, നല്ല ചിന്തകളാക്കിയെടുക്കണം. അതിനാണ് നാമജപമൊക്കെ പറയുന്നത്, കീർത്തനങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ ഉപാസനകളൊക്കെ ചിന്തകളെ നന്നാക്കിയെടുക്കാനാണ്. മനഃശാസ്ത്രപരമായ ഒരു യാഥാർത്ഥ്യമാണത്. ഇപ്പം ചിന്താരീതിക്ക് അടിമപ്പെട്ടു പോയാൽ, അതായത് വികലമായ ചിന്തകൾക്ക് അടിമപ്പെട്ടു പോയാൽ നമ്മൾ ആ ചാനലിലൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. പിന്നെ അതിന് അപ്പുറം ഇപ്പുറം ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ദേവതാ ഭാവങ്ങളിൽ ശ്രദ്ധയോടുകൂടി അർപ്പിക്കുക. ഞാൻ ചെയ്യേണ്ടത് ചെയ്തിരിക്കുന്നുള്ള അർപ്പണ മനോഭാവത്തോടു കൂടി സമർപ്പിച്ചിട്ട് എന്ത് ലഭിക്കുന്നുവോ അത് പ്രസാദഭാവത്തിൽ സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് അന്ധക്കരണ ശുദ്ധിക്ക് കാരണമാകും. അതിലൂടെ പരമമായ സത്യത്തെ നമുക്ക് ഭഗവാൻ വെളിപ്പെടുത്തി തരുകയും ചെയ്യും. ക്രമികമായി നമ്മൾ അതിൽ നിന്ന് ഉയരും. പ്രാഥമിക തലത്തിൽ ദേവതാ വിഷയങ്ങളിലൊക്കെ പോയാലും ക്രമികമായി പരമമായ സത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതിന് തടസ്സമായി നിൽക്കുന്നത് ഫലത്തിലുള്ള അമിതമായ ആകാംക്ഷയാണ്, ഫലചിന്ത മാത്രമാണ്. ഇതിന് ഫലം എനിക്ക് കിട്ടണം, ഫലം എനിക്ക് കിട്ടണം. പണിക്ക് കൂലിയുണ്ട്, പക്ഷെ കൂലിപ്പണിയാവരുത്, കൂലിക്ക് വേണ്ടിയുള്ളതാവരുത് പണി. ഇപ്പം പ്രാർത്ഥനകളും അതുപോലെ ഉപാസനകളൊക്കെ എന്ത് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്നതിനെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്ത, ചെയ്യേണ്ടതിനെ പറ്റി ഉണ്ടാവില്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ ചെയ്യേണ്ടതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ബാധ്യതകളെ നിറവേറ്റുമ്പോഴാണ് അവകാശങ്ങൾ വന്നു ചേരുന്നത്. ഇന്ന് പൊതുവെ മുദ്രാവാക്യമൊക്കെ വിളിക്കുമ്പോൾ കേട്ടില്ലേ, അവകാശങ്ങൾ നേടിയെടുക്കാനെന്ന്. അവകാശങ്ങൾ നേടിയെടുക്കാൻ മാത്രമാവരുത്, അത് ബാധ്യതകളെ നിറവേറ്റാനും കൂടി ഉത്തരവാദിത്തമുണ്ട്. അപ്പം ഇത് തൻ്റെ ബാധ്യതയാണ്. താൻ ചെയ്യേണ്ടത് കർമ്മങ്ങൾ, ഉപാസനകൾ അത് ചെയ്താൽ മാത്രമേ തനിക്ക് വരേണ്ടത് വരികയുള്ളൂ. അപ്പോൾ ഇന്നത് വരണം, നല്ലത് വരണം, നല്ലത് വന്നേ പറ്റുള്ളൂ. അതിനുവേണ്ടി എന്ത് ത്യാഗവും നമ്മൾ സഹിക്കും. പക്ഷേ നല്ലത് ലഭിക്കണമെങ്കിൽ നല്ലത് ചെയ്യണം. നല്ലത് ചെയ്യാന്ന് പറയുമ്പോൾ അത് ശാസ്ത്രവും ഗുരുവും പറയുന്ന രൂപത്തിൽ ഇന്ന ദേവതയ്ക്ക് ഇന്ന ഭാവത്തിൽ എന്നുള്ള ആ ഗുരു തത്വോപദേശങ്ങളെ ശ്രവിച്ചിട്ട് വേണം അതാത് തലങ്ങളിൽ പോകാൻ. അങ്ങനെ ക്രമികമായി നമ്മൾ പരമമായ സത്യാന്വേഷണത്തിൻ്റെ പാതയിലെത്തിച്ചേരുന്നു. അത് നമ്മളെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സർവബന്ധനങ്ങളിൽ നിന്നും സർവ അജ്ഞാനത്തിൽ നിന്നുള്ള മുക്തിക്ക് കാരണമാകുന്നു എന്നാണ് ഈ ശ്ലോകം ഉപദേശിക്കുന്നത്.